പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഒരുപാട് പഠിച്ചെന്ന് കരുതി അതിന്റെ അഹങ്കാരം ലെവലേശം പോലും ഇല്ലാത്ത പെണ്ണാതാൻ. അത് അമ്മ അറിയണം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. പഠിച്ച പെൺകുട്ടികളല്ല അഹങ്കാരികളല്ലെന്ന് അമ്മ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അമ്മ എത്തിയേ മതിയാവൂ. എന്നിട്ട് പിന്നെ എങ്ങനെ 10ാം ക്ലാസ് തോറ്റവളാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന്റെ പേരില അവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. സ്വാഭാവികം. അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ ഈ റാങ്ക് കിട്ടുന്നവരെ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. റാങ്ക് കിട്ടുന്നത് ഒരു കുറ്റമാണോ ആന്റി? കൊച്ചിന്റെ കാഴ്ചപ്പാടിൽ അത് കുറ്റമല്ലായിരിക്കാം. എന്നാൽ എന്റെ വീട്ടിൽ പഠിച്ച മരുമകൾ വേണ്ടാന്ന് നിർബന്ധമുള്ള അമ്മായിയമ്മയാ ഞാൻ. നല്ല കുടുംബങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ട്, നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? അത് അവക്ക് മനസ്സിലായതുകൊണ്ടാവണം ഈ റാങ്കിന്റെ കഥ ഞാൻ അറിയുന്നതിന് മുമ്പേ അവള് വീട് വിട്ടു പോയത്. തെറ്റാണോ? ചിപ്സ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ, ഇനി പതിയെ പതിയെ ഓരോന്നായിട്ട് പഠിക്കാം. ഉണ്ടാക്കാൻ പോകുന്നതിന്റെ പേരാണ് ബീഫ് ഹലുവ. അതായത് അലുവയിലില്ലേ ബീഫ് അങ്ങ് നിറച്ചത്. ഇപ്പൊ ചതുരാകൃതി കിട്ടിയില്ലേ നമുക്ക്. ഇനി നല്ല ബീഫ് ഫ്രൈ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് നിറയ്ക്കുക. എല്ലാരും വായിലും വെള്ളം വരുന്നുണ്ടാവും എനിക്കറിയാം. അങ്ങനെ എന്റെ ശിക്ഷണത്തിൽ ഓരോന്ന് പഠിച്ചിട്ട് തനിക്കൊരു IAS കാര്യാവാം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇന്ത്യൻ അടുക്കള സർവീസ്. IPS-ലും അങ്ങനെ മറ്റെന്തെങ്കിലും പേരുണ്ടോ? എനിക്കറിയില്ല. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല, പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. എന്താ രണ്ടുപേരും ചിരിക്കുന്നേ? എന്നെ പേടിയില്ലേ? ഇങ്ങോട്ട് നോക്കിയ രണ്ടുപേരും. കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. അയ്യോ, മക്കള് കരയില്ലേ? അച്ഛനൊരു തമാശ കാണിച്ചല്ലേ? പേടിച്ചു പോയോ? എന്തായാലും പരീക്ഷയുടെ റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ. എക്സാമിന്റെ റിസൾട്ട് വന്നൂന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വന്നോ? വന്നല്ലോ. അയ്യോ, ഉണക്കാനിട്ട തുണി ഒന്നും എടുത്തില്ല കേട്ടോ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. അവിടെ നിക്കേ. അങ്ങനെ അങ്ങ് പോയാലോ? അങ്ങനെ അങ്ങ് പോയാലോ? അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? വിഷയേ, ആ റിസൾട്ട് ഒന്ന് വായിച്ചേ. എന്താ ഉറക്കം വരുന്നു? അതേ, പരീക്ഷ എഴുതുമ്പോ ആലോചിക്കണം ഇതുപോലെ റിസൾട്ടും വരുമെന്ന് കേട്ടോ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ വായിക്കാൻ പോവുകയാണ്. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. ആദ്യം ജയിച്ച സബ്ജക്ട് പറയാം. അക്കൗണ്ടൻസി ജയിച്ചു, A+ ഉണ്ട്. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അടുത്തിരുന്നയാളിന്റെ നോക്കി എഴുതിയൊക്കെ ആയിരിക്കും. അതിന്റെ പേരാ ജലസി, അസൂയ. അടുത്തത് വായിക്കാൻ പോകുന്നു. മാത്തമാറ്റിക്സ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യമായിരിക്കും. എന്നെ ആക്കിയതാ. മാത്തമാറ്റിക്സ്. മുത്തശ്ശിക്ക് വട്ട 0, എന്റെ ഏട്ടത്തിക്ക് A+. തീർന്നിട്ടില്ല. ഇത് തീർന്നില്ലേ? ഇംഗ്ലീഷ് A+, മലയാളത്തിന് A+. വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണേ. അങ്ങനെ എല്ലാ വിഷയത്തിനും A+. നീ സത്യമാണോ ഈ പറയുന്നത്? അതെ, സത്യം. നേരാന്നോടാ നീ പറഞ്ഞത്? നേരാ കൊച്ചമ്മേ. അയ്യോ, എനിക്കൊന്ന് ഇരിക്കണം. എന്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നു.
ഊർമിളേ, ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണം. ഇനി എന്ത് പഠിക്കാനാ പോകുന്നേ? അമൃത പഠിച്ച IAS ഈസി ആയിട്ട് എഴുതിയെടുക്കാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അതൊക്കെ അവര് രണ്ടാളും കൂടി തീരുമാനിക്കട്ടെ. പിന്നെ മോനൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? കേരളത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഐറ്റം പുട്ട്. ഞാനുണ്ടാക്കിയ പുട്ടില് ചിക്കൻ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അങ്ങനെ പലതും ചേർത്തിട്ടുണ്ട്. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്നേ. പോഷക ഗുണങ്ങൾ ഒന്നിച്ചു ചേർന്നൊരു സമീകൃത ആഹാരം ഇത്. ഒരു സൈഡ് ഡിഷും ഇതിന്റെ കൂടെ വേണ്ട. വളരെ രുചികരമായിട്ട് കഴിക്കാവുന്ന ഒന്നാ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. The dish that I have prepared is the most traditional and authentic cuisine of Kerala, അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? which is known as puttu. I have added fruits, vegetables and chicken ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. and lots of other ingredients which makes this dish nutritious and healthy. അനാവശ്യമായി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം? വെറും 10 രൂപ മാത്രം അനാവശ്യമായി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം? It is equally tasty without a side dish. ഈ വീട്ടില് 4 അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രല്ലേ ഉള്ളൂ. ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കും. എവിടെ പെരിയ ആള്? അയ്യോ എനിക്ക് ഉറപ്പുണ്ട് എന്റെ മുന്നിലും ജയി. പത്മം തുടങ്ങിയിട്ടല്ലോ. Like you said, it's just a beginning. ശരിക്കും അന്തന്മാര് നിന്നെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങൾ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. And this award for our winner, Suraj from India. ജാതകവശാൽ ശുക്രനായതുകൊണ്ടാ എനിക്കിപ്പോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്തു കിട്ടിയത്. ഒരു ഫോട്ടോ എടുത്തേ. ഇങ്ങനെ Congrats. ദൈവമേ, സമാധാനമായി. ഇന്നും ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞല്ലോ. നാളെയും ഒരു ഉപകാരം ചെയ്യാനുള്ള പാർട്ടി കൊണ്ട് തരണേ. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ. ഇല്ലെങ്കിൽ ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് സർ. അമൃത ജാം ഉണ്ടാക്കി കഴിഞ്ഞു. കഴിച്ചു നോക്കിയിട്ട് സാർ അഭിപ്രായം പറയണം. എന്താ സാർ അഭിപ്രായം? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്റെ കൈ തരിച്ചു വരണുണ്ട്. ഇതാദ്യമായാണ് ജാമിന് ഇങ്ങനെ ഒരു ടേസ്റ്റ്. ഗംഭീരം. അമൃത, സാർ ഇന്ന് വരെ ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇത്രയും ടേസ്റ്റുള്ള ജാം ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. സാർ എത്ര മാർക്ക് കൊടുക്കുന്നു? 100ൽ 200. ഇപ്പൊ എന്താ പറഞ്ഞ? 100ൽ 200. ആണോ? അമൃത ഹാപ്പിയാണോ? അതെ. ഇവൾക്ക് ഗുരുത്വമുണ്ട്. കോളേജിൽ തന്നെ അവർ കരടിന്നാ വിളിച്ചിരുന്നത്. എന്തിനാ ചിരിച്ച? നിനക്ക് ഗുരുത്വമില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. സോറി മാഷെ. ഇപ്പൊ ഗുരുത്വമായി. മോനെ, മനസ്സിൽ മറ്റൊരു രണ്ടു പൊട്ടി. എന്നെ പരിചയമുണ്ടോ?
ഉണ്ട്. എങ്ങനെ? ഞാൻ പഠിക്കുന്ന എക്കണോമിക്സ് പുസ്തകം മാഷ് എഴുതിയതാ. എന്താ സാർ കൂടുതൽ നന്നായി പോയോ? ആ നിനക്കിപ്പൊ ഗുരുത്വം കൂടി. ആ ഇനി ആദ്യ രംഗം ഇന്ദ്രസദസ് നോക്കാം. നീ ഒരു അച്ഛനകം പോവാ. തുറമെടുക്കണമെന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല നീ ഒന്നും പറയണ്ട. എന്താടാ ഇത്? നീ അച്ഛനാകാൻ മൂടുന്ന് അറിഞ്ഞിട്ട് ഷോക്കായി പോലെ നിൽക്കുന്നത്. അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ. ദേവരാജ, ഇവൻ സന്തോഷം കൊണ്ട് ഷോക്കായതാ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ശ്രീധർ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. ആളൊരു ഇടഞ്ഞ കൊമ്പന. ആരാ അത്? ഗോപൻ ഗുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ ഗുണ്ട. നീ അതിനൊരു തടസ്സമാ. അതിന് നിന്നെ ഇല്ലാതാക്കണം. 2-1 അറിഞ്ഞിട്ട് തന്നെ കാര്യം. 2-1 2-ൽ 2 അറിയണം കൊച്ചമ്മ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കുട്ടൂസേ, കുട്ടൂസേ, ഇതാരേ? ഡാഗിനിയോ? കുട്ടൂസിനെ. മോനാണോ? അല്ല, ഒരു പട്ടിക്കുട്ടിയാ. ആ പട്ടിപിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ കിട്ടിയാ കൊണ്ടുപോകും. വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി. അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കുട്ടൂസേ, കുട്ടൂസേ. നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഓടിയതല്ല, ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയതാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും അനങ്ങി പോരുത്. മര്യാദയ്ക്ക് സീറ്റിൽ തന്നെ ഇരിക്കുക, ഇല്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടും. ഞാൻ ഷൂട്ട് ചെയ്യും. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം? അനങ്ങി പോകരുത്, പറയുന്ന അനുസരിച്ചാ മതി. അതെ അതെ, അടങ്ങിയിരുന്നോണം. ഇപ്പോഴീ ബസ് നിങ്ങളും ഞങ്ങളുടെ കസ്റ്റഡിയില. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതിന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നേ? എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. മോനെ, നീ ദീപ്തിയെ വിളിക്ക. കൊന്നുകളി. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ആർക്കും ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് സാഹസത്തിനൊന്നും മുതിരണ്ട. സത്യം പരമാത്രം. മോനെ, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. അയ്യേ ജമ്മിപ്പോയി. ഇരിക്കാൻ. ദിശ നീയും. സിനിമ സ്റ്റൈൽ ചീറ്റിംഗ്. നീ ഒരാളാ. You surprised? I know you are surprised. പടിപ്പുര വീട്ടിലെ പത്മാവതിയുടെ ശൂരത്വം അങ്ങ് പടിപ്പുര വീട്ടിലെ സാധുക്കളോട് മതി. ഇവിടെ വേണ്ട. ലോണ കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഇനി ഞങ്ങളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നൊന്നും വെറുതെ വിടില്ല. ഭയങ്കരം തന്നെ. എവിടെയെങ്കിലും ബസ് ഒന്ന് നിർത്തി ഭക്ഷണം വാങ്ങിയാൻ അനുവദിക്കണം. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. അപ്പൊ അനക്ക് ഭക്ഷണം വേണ്ടേ? അതെ, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരോ? ഒരു വിരലിടാൻ സ്ഥലമില്ലാതെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങിയവനല്ലേ നീ. ഇനി ഈ കടലക്കൂടെ എവിടെ സ്ഥലം? അതിനെന്താ, ഇപ്പൊ വാങ്ങിത്തരാം പോരെ. ഏതാണ് ഈ പുതിയ ദണ്ടി?
ചുണ അടിക്കടി നിനക്ക് ധൈര്യം ഉണ്ട് എന്റെ കണ്ണെ കൂടി കഴിക്കടി അടിക്കടി. ഇതൊക്കെ എന്ത്? ചെവി പോയെന്നാ തോന്നണേ. ഹലോ, ടെസ്റ്റിംഗ്, ചെവി ടെസ്റ്റിംഗ്. എന്തായിരുന്നു ഇയാളുടെ ഒരു ചെവി? പൊട്ടാ തന്നെ ചെവി പൊട്ടി. 1000 years later. പൊന്നോ, ഒടുക്കത്ത അഭിനയം. നീ നടന്നു അറിഞ്ഞില്ല.